നമസ്കാരം. പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ചെലവ് കുറഞ്ഞതും സമഗ്രവുമായ ആരോഗ്യ സംരക്ഷണം എന്നിവ വികസിത ഭാരതത്തിന് ആവശ്യമാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അഭിപ്രായപ്പെട്ടു. മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത്തെ ബജറ്റിൽ കർഷകരെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വലിയ പദ്ധതികളുണ്ട്. നികുതി, ഊർജം, നഗരവികസനം, ഖനനം, സാമ്പത്തിക രംഗം, റെഗുലേറ്ററി പരിഷ്കാരങ്ങൾ തുടങ്ങിയ 6 മേഖലകളിൽ 5 വർഷത്തിനുള്ളിൽ വലിയ പരിഷ്കാരങ്ങൾക്ക് ലക്ഷ്യമിടുന്നതാണ് ബജറ്റ്. ഇത് നമ്മുടെ വളർച്ചാ സാധ്യതയും ആഗോളതലത്തിൽ മത്സരശേഷിയും വർദ്ധിപ്പിക്കുമെന്ന് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. കർഷകരുടെ വളർച്ചയ്ക്കായി പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന എന്ന പദ്ധതി കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾ, ക്ഷീര കർഷകർ എന്നിവരുൾപ്പെടെ 1.7 കോടി കർഷകർക്ക് ഗുണം കിട്ടുന്ന പദ്ധതിയാണിത്. സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് 100 ജില്ലകൾക്കാണ് ആദ്യഘട്ടത്തിൽ സഹായം ലഭിക്കുക. കർഷക പദ്ധതികളുടെ വായ്പാ പരിധി ഉയർത്തും. ചെറുകിട ഇടത്തരം മേഖലകൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകും. കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കി ഉയർത്തും. സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപ പിന്തുണ ഉറപ്പിക്കും. പരുത്തി കൃഷിക്കായി ദേശീയ പദ്ധതി കൊണ്ടുവരും. പഞ്ചവത്സര പദ്ധതി കൊണ്ടുവരും തുടങ്ങിയ പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി നടത്തിയത്. ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് വേണ്ടി പദ്ധതികൾ കൊണ്ടുവരുമെന്നും പറഞ്ഞിട്ടുണ്ട്. കാർഷിക ഉൽപ്പാദനം കുറഞ്ഞ മേഖലയ്ക്ക് ധനസഹായം നൽകും. ധാന്യവിളകളുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി 6 വർഷം മിഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുവര, ഉറാദ്, മസൂർ എന്നീ ധാന്യങ്ങൾക്കായി പ്രത്യേക പദ്ധതി കൂടാതെ കർഷകരിൽ നിന്ന് ധാന്യം ശേഖരിക്കുകയും വിപണനം ഉറപ്പിക്കുകയും ചെയ്യും. പച്ചക്കറികൾക്കും പഴങ്ങൾക്കുമായി സംസ്ഥാനങ്ങളുമായി ചേർന്ന് പദ്ധതികൾ രൂപീകരിക്കും തുടങ്ങി നിരവധി പ്രഖ്യാപനങ്ങളാണ് ഈ ബജറ്റിലുള്ളത്. വിശദവിവരങ്ങൾ വൈകാതെ പുറത്തുവരും. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ.